നമസ്കാരം. ഇസ്രയേലിൽ നിന്നുള്ള ഒരു വൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് യമനെ ആക്രമിക്കാൻ ഇസ്രയേൽ തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. യമന്റെ തലസ്ഥാനമായ സനയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ സനയിലുള്ള പവർ പ്ലാന്റിന് നേരെ, കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ വൈദ്യുതി നിലയത്തിന് നേരെ ഇസ്രയേൽ നാവികസേനയുടെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ യമന്റെ തലസ്ഥാനമായ സനയിലെ ഒരു പ്രമുഖമായ ഒരു പ്രദേശത്ത് ഇസ്രയേൽ നാവികസേനയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹുദി ഭരണകൂടത്തിന് സേവനം നൽകുന്ന തീവ്രവാദ അടിസ്ഥാന സേവന കേന്ദ്രമാണെന്ന് IDF വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ ഒരു പവർ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനം നടന്നതെങ്കിലും പ്രാദേശിക മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ റോയിട്ടേഴ്സും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സനയുടെ തെക്കൻ ഭാഗത്തുള്ള ആസിസ് പവർ പ്ലാന്റിലാണ് സ്ഫോടനം നടന്നത് എന്നാണ് യമൻ വൃത്തങ്ങളെല്ലാം തന്നെ പറയുന്നത്. സന ഇലക്ട്രിക് കോർപ്പറേഷന്റെ പ്ലാന്റിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നും അത് അങ്ങനെയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ കൂടെ അറിയാൻ സാധിക്കുന്നത്. ഇലക്ട്രിക് കോർപ്പറേഷന്റെ CEO മാർഷൽ അൽ റഫി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് ആക്രമണത്തിന് വിധേയമായതിനാൽ തത്കാലം വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുന്നുവെന്നാണ്. കൂടാതെ ഹൂതി രാഷ്ട്രീയ ബ്യൂറോ അംഗം ആസാദ് അൽ ആസാദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ആക്രമണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ക്രിമിനൽ ശത്രു സിവിലിയൻ സേവന സൗകര്യങ്ങൾ, വൈദ്യുതി, വെള്ളം എന്നിവ മാത്രമേ ലക്ഷ്യമിടൂ എന്ന് ആരോപിക്കുന്നുണ്ട്. സനായ് തെക്ക് തൻഹാൻ പ്രദേശം പ്ലാന്റിലെ ജനറേറ്ററുകളിൽ ആക്രമണം ഉണ്ടായതായും പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതായും ഹൂതികളുമായി ബന്ധപ്പെട്ട അൽ മസീറ TV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊട്ടിത്തെറിയെ തുടർന്ന് തീ അണയ്ക്കാൻ അഗ്നിരക്ഷാസേന പ്രവർത്തിക്കുന്നുണ്ട്. അവർ അഹോരാത്രം അതിന്റെ പിന്നിലാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ, അതായത് റോയിട്ടേഴ്സും അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യമനിൽ 2000 കിലോമീറ്ററേറെ അകലെ നിന്നാണ് ആക്രമണം നടത്തിയതെന്ന് IDF അറിയിച്ചിട്ടുണ്ട്. ഹൂതി തീവ്രവാദ ഭരണകൂടം ഉപയോഗിക്കുന്ന ഊർജ അടിസ്ഥാന സ്വകാര്യ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത്. അതായത് ഇസ്രയേലിലേക്ക് നാവികസേന 2000 കിലോമീറ്റർ മാറി നിന്നുകൊണ്ടാണ് സനായിലെ മിസൈൽ പറപ്പിച്ചു വിട്ടത്. കൂടാതെ ഓപ്പറേഷൻ ലോങ് ഷാഡോ എന്ന പേരിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഒരു പരിസമാപ്തിയൊക്കെ എത്തി, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിനു ശേഷം ഇസ്രയേൽ അടുത്ത രീതിയിലേക്ക് ഫോക്കസ് ചെയ്തത് യമനിലേക്കായിരുന്നു. ഹൂതികളെ മൊത്തത്തിൽ തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രയേലിന്റെ മനസ്സിലുള്ളത്. അതാണ് ഇപ്പോൾ നെതന്യാഹു ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു ടീം തന്നെ യമനിലേക്ക് ഹൂതികളെ അവിടെ നിന്നും തുടച്ചു മാറ്റാനുള്ള ഒരു ആക്രമണം, മിസൈൽ ആക്രമണമായിരുന്നാലും മറ്റ് ആക്രമണമായിരുന്നാലും അർദ്ധരാത്രിയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.